ഹല്ലേലൂയ. ഇന്ന് ഒരു സാധാരണ വിശ്വാസി ഒരു മിഷണറി വൈദികനെയോ ഒരു സിസ്റ്ററിനെയോ ശുശ്രൂഷകനെയോ കാണുമ്പോൾ പറയുന്നത് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധിയുണ്ടോ, ഭീഷണിയുണ്ടോ, നിങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെയാണ്. മിഷൻ എന്ന് കേൾക്കുമ്പോൾ എല്ലാ സാധാരണ ജനങ്ങൾക്ക് ഒരു ഭയപ്പെടുത്തുന്ന ഓർമ്മയായിട്ട് മാറിയിരിക്കുന്നു. മിഷനറി എന്ന വാക്കിനെ മതപീഡനം അല്ലെങ്കിൽ മതമാറ്റം, നിങ്ങൾ മതം മാറ്റാൻ പോവുകയാണ്, ഇങ്ങനെയുള്ള പല വിധത്തില് ചർച്ച ചെയ്യപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മിഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ തിരുവചനമാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ഈ യേശുനാഥന്റെ കൽപ്പനയാണ് മിഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ ക്രിസ്ത്യാനി കടപ്പെട്ടവരാണ്. ക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്തമാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നുള്ളത്. ക്രിസ്തു വാഹകൻ എന്നാൽ സുവിശേഷ പ്രഘോഷകൻ കൂടിയാണ്. കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തില് 9-ാം അധ്യായം 16-ാമത്തെ തിരുവചനത്തില് പറയുന്നുണ്ട്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെന്റെ കടമയാണ്. സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം. സുവിശേഷം പ്രഘോഷിക്കുക, ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നുള്ളത് ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനപരമായ ദൗത്യമാണ്, കടമയാണ്. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ റിഡംപ്റ്റോറിസ്റ്റ് മിസ്സിയോ എന്ന ചാക്രിക ലേഖനത്തില് 2-ാം ഖണ്ഡികയിൽ പറയുന്നത് ഇങ്ങനെയാണ്: മിഷൻ പ്രവർത്തനം എല്ലാ രൂപതകളുടെയും, എല്ലാ ഇടവകകളുടെയും, എല്ലാ സ്ഥാപനങ്ങളുടെയും, എല്ലാ സംഘടനകളുടെയും ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. മിഷൻ രൂപതയെന്നോ അല്ലെങ്കിൽ മിഷനറി വൈദികനെന്നോ മിഷൻ ഇടവകയെന്നോ ഒന്നും വേർതിരിവുകളില്ല. എല്ലാവരുടെയും കടമയും ഉത്തരവാദിത്വവും കർത്തവ്യവുമാണ് യേശുവിനെ പ്രഘോഷിക്കുക എന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായം 21-ാമത്തെ തിരുവചനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പരിശുദ്ധ ദൗത്യത്തിനായി ക്രിസ്തു ശിഷ്യന്മാരിലൂടെ വരമേൽപ്പിച്ച ദൗത്യമാണ്. പെന്തക്കോസ്തായില് ആരംഭിച്ച ഈ ദൗത്യം യുഗാന്ത്യം വരെ തുടരേണ്ടതാണ്. അപ്പോസ്തലപ്രവർത്തനം 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനം, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ജെറുസലേമിലും ജൂദിയായിലും സമറിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തില് 21-ാം അധ്യായത്തിലെ 20-ാമത്തെ തിരുവചനം, നിങ്ങൾ ലോകമെങ്ങും പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം നൽകുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുവിൻ, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. സഭയുടെ ഈ പ്രേക്ഷിത ദൗത്യം തുടരുന്നത് ഇന്ന് നമ്മളിൽ ഓരോരുത്തരിലൂടെയാണ്, പ്രാർത്ഥനയിലൂടെയും മിഷൻ പ്രവർത്തനത്തിലൂടെയും ആണ്. അതുകൊണ്ടാണ് 2-ാം വത്തിക്കാൻ കൗൺസിൽ സഭ സ്വഭാവത്തോടെ മിഷണറി ആണ് എന്ന് പറയപ്പെടുന്നത്. ഇന്ന് മിഷണറിമാര് മതപരിവർത്തകരാണോ, മറ്റുള്ളവർ മതം മാറ്റാൻ നടക്കുകയാണോ എന്നൊക്കെ പല ചർച്ചകളും നടക്കാറുണ്ട്. എന്നാൽ സഭയുടെ പ്രബോധനങ്ങളിലൂടെ, ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളിലൂടെ ആരും മതപരിവർത്തനം നടത്താറില്ല, മനം പരിവർത്തനമാണ് നടത്താറുള്ളത്. റിഡംപ്റ്റോറിസ്റ്റ് മിസ്സിയോ എന്ന ചാക്രിക ലേഖനത്തില് 39-ാമത്തെ ഖണ്ഡികയിൽ സഭ പഠിപ്പിക്കുന്നുണ്ട്, മിഷണറി പ്രവർത്തനത്തിൽ നിർബന്ധത്തിന്റെ ഏതൊരു രൂപവും ഒഴിവാക്കണമെന്ന്. മിഷണറി സംബന്ധിച്ച് അവന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും ക്രിസ്തുവിനെ തന്റെ ജീവിതം കൊണ്ടും പ്രഘോഷിക്കാൻ മാത്രമാണ് ദൗത്യം പരമേൽപ്പിച്ചിരിക്കുന്നത്. അത് വിദ്യാഭ്യാസത്തിലായിരിക്കാം, ആതുര പ്രവർത്തനങ്ങളിലൂടെ ആയിരിക്കാം, മറ്റുള്ളവരുടെ ഗ്രാമങ്ങളിലൂടെ സന്ദർശിച്ചുകൊണ്ട് അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തലാവാം, അനീതിക്കെതിരെ ശബ്ദമുയർത്തലാവാം, ഏത് രീതിക്കായിക്കോട്ടെ ക്രിസ്തുവിന് അവന്റെ മൂല്യങ്ങൾക്കനുസരിച്ച്, വചനത്തിനും കൽപ്പനകൾക്കും അനുസരിച്ച് ജീവിക്കലാണ് ഒരു മിഷണറിയുടെ ദൗത്യം. ഈ ദൗത്യത്തിൽ അവൻ മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവരെ അവന്റെ ശുശ്രൂഷ ഏറ്റുവാങ്ങുന്നവരിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മിഷണറിയായിട്ട് രൂപപ്പെടുകയും ക്രിസ്തുവിനെ അവരുടെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുകയും ചെയ്യാൻ തയ്യാറായിരുന്നെങ്കിൽ അതിന് ഉത്തരവാദിത്വം ക്രിസ്തുവിനെ ഏറ്റുപറയുന്നവർക്ക് തന്നെയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കാൻ തയ്യാറാവുന്നത്
അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മനപരിവർത്തനം മൂലമാണ്. ഈ മനപരിവർത്തനമാണ് മതപരിവർത്തനത്തിലേക്ക് നയിക്കുന്നത്. ഒരിക്കലും ഒരു നിർബന്ധിത മതപരിവർത്തനം അല്ല ക്രിസ്ത്യാനി നടത്തുന്നത്. അതിനെ സഭ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. എല്ലാ രൂപത്തിലും മതപരിവർത്തനത്തിന്റെ എല്ലാ രീതികളും ഒഴിവാക്കാനാണ് സഭ പഠിപ്പിക്കുന്നതും നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ ഇന്ന് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്ന് പറയുമ്പോൾ യേശു ആണ് ഏകരക്ഷകൻ, യേശുവിലൂടെ അല്ലാതെ മറ്റാരിലും രക്ഷയില്ല എന്നുള്ള ഒരു സത്യമാണ്. അതിന് മതം മാറ്റത്തിന്റെ യാതൊരു ആവശ്യവും ഇവിടെ ഉദിക്കുന്നില്ല. ശരിക്കും യേശുവിനെ അറിയുക, വഴിയും സത്യവും ജീവനും ഈശോ മാത്രമാണ്. ഈശോയിലൂടെ മാത്രമേ നമുക്ക് രക്ഷ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സത്യം അവരിലൂടെ ഓരോ മിഷണറിമാരും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. ഇവിടെ ഒരിക്കലും ഒരു ആളും മതം മാറ്റാൻ ഇവിടെ നിർബന്ധിക്കുന്നില്ല. മതം മാറുന്നത് അവരുടെ ഓരോരുത്തരുടെയും ആഗ്രഹപ്രകാരം മാത്രമാണ്. കാരണം ഈശോയെ സ്വീകരിക്കണം എന്നുള്ള ആ ഒരു നിർബന്ധത്താലാണ് ഓരോ വ്യക്തികളും വന്ന് മതം മാറുക എന്നുള്ള ആ ദൗത്യത്തിലേക്ക് കടക്കുന്നത്. ഹല്ലേലൂയ. സഭ സ്വഭാവത്താലെ ഒരു മിഷണറിയാണ്. എല്ലാ ക്രിസ്ത്യാനികളും മാമോദിസ സ്വീകരിച്ച എല്ലാ വ്യക്തികളും ഓരോ ക്രിസ്ത്യാനിയും മിഷണറിമാർ തന്നെയാണ്. അതിന് ഒരു പക്ഷേ ഇങ്ങനെ ഞങ്ങളെപ്പോലെ പുറം നാട്ടിൽ പോകണമെന്നോ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ സുവിശേഷ പ്രഘോഷണം നടത്തണമെന്നോ നിർബന്ധം ഇല്ല. നേരെ മറിച്ച് ഈശോയെ അറിയാത്ത, ഈശോയുടെ സ്നേഹം കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന, ഈ സുവിശേഷം ഞങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ ഭാരതത്തില്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട്. അവരുടെ ഇടയിലേക്ക് ആ സന്ദേശം, സ്നേഹത്തിന്റെ സന്ദേശം കടന്നു ചെല്ലുകയാണ് ഓരോ മിഷണറിമാരുടെയും ദൗത്യം. നമ്മൾ ക്രിസ്ത്യാനികളായിട്ടുള്ള ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വവും അതാണ്. അതിനാൽ നമുക്കൊരു മിഷണറി ആയിട്ട് രൂപാന്തരപ്പെടാം. മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകാൻ, മിഷൻ വൈദികർക്ക് വേണ്ടി, മിഷനിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടി, അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.